അതിഥിയുടെ ഗർഭത്തിലേക്ക് ഈ ജയനും വിജയനും വന്ന് വീഴുകയാണ്. അതാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും രണ്ടാൾ. ആ ഹിരണ്യകശിപുവും ഈ ഗർഭായത് മുതൽ ഈ ദിതിക്ക് പരിഭ്രമാവും, ഈ ദുഷ്ടന്മാരാവുമല്ലോ എൻ്റെ മക്കൾ, അപ്പോൾ ലോകത്തിന് ശല്യമാവുമല്ലോ, അതിനെന്താ ചെയ്യാൻ, 100 കൊല്ലം പ്രസവിക്കാണ്ടിരുന്നു എന്നാണ്, ഗർഭം ധരിച്ചിരുന്നു പ്രസവിക്കാണ്ട്. എന്നിട്ടും കാര്യമില്ല, പിന്നെ എന്തായാലും പ്രസവിച്ചേ പറ്റുള്ളൂ. 100 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രസവിക്കുന്നത്. അതിൽ ഒരാൾ ഹിരണ്യകശിപു, ഒരാൾ ഹിരണ്യാക്ഷൻ. ഏട്ടൻ ഹിരണ്യകശിപു, രണ്ടാമൻ ഹിരണ്യാക്ഷൻ. അവർ രണ്ടാളും ജനിച്ചപ്പോഴേക്ക് തന്നെ ലോകത്ത് മുഴുവൻ ദുഃഖങ്ങൾ വന്ന് നിറഞ്ഞു എന്നാണ്. അത്ര ദുഷ്ടന്മാരായിട്ടാണ്. ഹിരണ്യാക്ഷൻ എപ്പോഴും ഗതിയും കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ നടക്കും. ഹിരണ്യകശിപു ആണെങ്കിൽ ലോകത്തിൽ മുഴുവൻ എല്ലാവരെയും വിഷ്ണു എവിടെയാണ് തിരഞ്ഞു നോക്കുക. എൻ്റെ ശത്രുവാണ് വിഷ്ണുവിനോടുള്ള ദേഷ്യമാണ്. വൈകുണ്ഠത്തിൽ വരെ ചെല്ലും എന്നാണ്. അപ്പോൾ എവിടെയും വിഷ്ണുവിനെ കാണില്ല. അപ്പോൾ വിഷ്ണു എവിടെയാണ് ഒളിക്കുക? വിഷ്ണു ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിലാണ് ഒളിക്കുക എന്ന്. അപ്പോൾ ഒരു കള്ളനെ പറ്റി അവിടെ സൂചിപ്പിക്കും. ഒരു കള്ളന്മാർക്ക് എന്താ വെച്ചാൽ, കള്ളൻ്റെ ബാഗിൽ നമ്മളൊരു സാധനം കൊണ്ടുവച്ചാൽ അത് കള്ളൻ കാണില്ല. നമ്മളുടെ ബാഗിലൊക്കെ കള്ളൻ തിരഞ്ഞ് നോക്കും. നമ്മുടെ ബാഗിലും കിടക്കരടിയിലും പായയുടെ അടിയിലും ഒക്കെ നോക്കും. അതുപോലെ ഭഗവാൻ ഉള്ളിലുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഭഗവാനെ തിരഞ്ഞിട്ട് അമ്പലത്തിലും ആശ്രമത്തിലും പിന്നെ പള്ളിയിലും തിരഞ്ഞു നോക്കുകയാണ്, എല്ലാ ദിക്കിലും നോക്കുകയാണ്. ഭഗവാനെ എവിടെയാണ് കാണുക? എവിടെയും ഭഗവാനെ കാണില്ല. ഭഗവാൻ എൻ്റെ ഹൃദയത്തിലുണ്ട്, അത് മാത്രം ഞാൻ കാണുന്നില്ല എന്നാണ് പറയുക. അങ്ങനെ ഭഗവാനെ തിരഞ്ഞ് നടക്കുകയാണ് ഹിരണ്യകശിപു.